നമസ്കാരം, വെൽക്കം ടു കെ എസ് മെൻഡർ. അപ്പോൾ എഗെയിൻ ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന ഒരു കോൺട്രവേഴ്സിയെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതേപോലെ വൈസ് പ്രസിഡന്റ് റിമൂവലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, അല്ല അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വശങ്ങളും എല്ലാം. സോ ഇപ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജ് റിമൂവൽ മോഷൻ പാർലമെൻറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ ഇഷ്യൂ, എന്താണ് സത്യത്തിൽ നടക്കുന്നത്, എങ്ങനെയാണ് ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വശങ്ങൾ എന്തൊക്കെയാണ്, ഒരു എക്സാം പെർസ്പെക്റ്റീവ് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആൻഡ് ഒരു പബ്ലിക് പേഴ്സൺ എന്ന രീതിയിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ തുടങ്ങി ഇതിനെ ചുറ്റിപ്പറ്റി നിങ്ങൾ അറിയേണ്ട എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിലുണ്ട്. അതിന് പുറമെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ചോദ്യം ഞാൻ പറയുന്ന പോലെ അവസാനം തരുന്നുണ്ടാവും. അതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. എക്സാം എഴുതുന്ന ആളെന്ന രീതിയിലും അല്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, എന്താണ് ഇഷ്യൂ? നിങ്ങൾ കോണ്ടെക്സ്റ്റ് നിങ്ങളെല്ലാവരും ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടു കാണും അല്ലേ? ഒരു നമ്മുടെ അലഹബാദ് ഹൈക്കോടതി ജഡ്ജ് ശേഖർ കുമാർ യാദവ്, അദ്ദേഹമാണ് ഇവിടെ ഒരു വിഷയമായി വന്നിരിക്കുന്നത്. ശേഖർ കുമാർ യാദവ് എന്ന അലഹബാദ് ഹൈക്കോടതി ജഡ്ജിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. അദ്ദേഹം VHP എന്നൊരു ഓർഗനൈസേഷൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു ചടങ്ങിൽ ചെന്ന് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തി. അതിലെല്ലാം ഒന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നില്ല. എങ്കിലും ചില കാര്യങ്ങൾ, ഒന്ന്, ഈ രാജ്യം അല്ലെങ്കിൽ കൺട്രി എപ്പോഴും ഒരു മെജോറിറ്റിയുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ മെജോറിറ്റിയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മെജോറിറ്റിയുടെ കൾച്ചറിനനുസരിച്ചാണ് ഫങ്ഷൻ ചെയ്യപ്പെടുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ മുമ്പ് അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകളും ഇതേ കൂട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കൗ, ഗംഗ, ഗീത, ഇതെല്ലാമാണ് ഈ രാജ്യത്തിൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. സോ കൗ, ഗംഗ, ഗീത തുടങ്ങിയ കാര്യങ്ങൾക്ക് എതിരാവണം എന്നൊന്നുമല്ല. എന്തുകൊണ്ട് ഇത് വിമർശിക്കപ്പെടുന്നു എന്നതിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം ഇവിടെ വരുന്നു, എന്തുകൊണ്ട് സുപ്രീം കോടതി ഇടപെടുന്നു എന്നെല്ലാം അറിയണമെങ്കിൽ എന്താണ് ഈ ജുഡീഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ജുഡീഷ്യയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ മുന്നോട്ട് വെക്കേണ്ട ധർമ്മങ്ങൾ, അല്ലെങ്കിൽ ആ ജുഡീഷ്യൽ മൊറാലിറ്റി എന്നത് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നുള്ളത് എന്താണ് എന്നെല്ലാം പറയണം. അപ്പോഴേ ഇദ്ദേഹം ചെയ്ത അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് രാജ്യത്തിനുണ്ടാക്കുന്ന പ്രശ്നം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എനിവേ സ്ട്രോങ് റിയാക്ഷൻസ് വരുന്നുണ്ട് വേരിയസ് കോർണേഴ്സിൽ നിന്ന്, ഓപ്പോസിഷൻ്റെ ഭാഗത്ത് നിന്ന്, അതുപോലെ തന്നെ വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന്, ഈവൻ ബാർ അസോസിയേഷൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു ഭാഗത്ത് ഞാൻ കൂട്ടിയാണ്. സോ ബാർ അസോസിയേഷൻ സ്റ്റേറ്റ് ചെയ്യുന്ന ഇങ്ങനെയുണ്ട്, ആൻഡ് ഐ കോട്ട്: "The Bar Association India calls upon the judge to retract these statements and tender a suitable apology for his remarks and urges Chief Justice of India to and companion judges of the Supreme Court to deal with this issue in a stern and emphatic manner." And it also emphasizes that events conducted by organizations not concerned with the administration of justice as a matter of principle should not be permitted in any court premises. സോ ബാർ അസോസിയേഷൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, ഒരു വലിയ ഒരു എന്താ പറയുക, ജുഡീഷ്യറിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഈ ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന്. എസ്പെഷ്യലി ഹൈക്കോടതി ജഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പെക്സ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റത്തിൽ മുകളിൽ നിൽക്കുന്ന കോടതികളിലൊന്നാണ് ഹൈക്കോടതി. അപ്പോൾ അവിടുത്തെ ഒരു ജഡ്ജ് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നതിൻ്റെ പിന്നിലുള്ള പ്രശ്നമാണ് ബാർ അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. എനിവേ, ഒരു ഇംപീച്ച്മെൻറ്റ് മോഷൻ ഇദ്ദേഹത്തിനെതിരെ നമ്മുടെ പാർലമെൻറ്റിൽ വന്നിട്ടുണ്ട്. 55ഓളം MP സൈൻ ചെയ്തുകൊണ്ട് രാജ്യസഭയിൽ വന്നിരിക്കുകയാണ്. ആ ഇംപീച്ച്മെൻറ്റ് മോഷൻ കൺസിഡർ ചെയ്യാൻ പോകുന്നു. ആൻഡ് അതിന് പുറമെ PIL ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൂടെ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്, ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. അത് പക്ഷേ ഈ ഇംപീച്ച് മോഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും സുപ്രീം കോടതി ഈ വിഷയത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നെല്ലാമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ സുപ്രീം കോടതിയിൽ വിഷയം എത്തി. സുപ്രീം കോടതി ആദ്യം ചെയ്ത കാര്യം ഹൈക്കോർട്ടിനോട്, അലഹബാദ് ഹൈക്കോർട്ടിനോട് ഈ റെലവൻറ്റ് ഡീറ്റെയിൽസും പർട്ടിക്കുലേഴ്സും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ സുപ്രീം കോടതി കൊളീജിയം, ആക്ച്വലി സുപ്രീം കോടതി കൊളീജിയമാണല്ലേ ഒരു ഹൈക്കോടതി ജഡ്ജിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിന് കൊടുക്കുന്നത്. സോ കൊളീജിയം ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. കൊളീജിയം ശേഖർ കുമാർ ഗുപ്തയോട് കോടതിയിൽ അല്ലെങ്കിൽ കൊളീജിയത്തിന് മുന്നിൽ അപ്പിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം കൊളീജിയം ലഡ് ചെയ്യുന്ന ആരാണ്, ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. സോ സഞ്ജീവ് ഖന്ന ലഡ് ചെയ്യുന്ന ആ ഒരു കൊളീജിയത്തിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സുപ്രീം കോടതി ഭാഗത്തു നിന്നുള്ള എഫേർട്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ്, ഒരു ജഡ്ജ് എന്ന രീതിയിൽ ഇങ്ങനെ അദ്ദേഹം പൂർണ്ണബോധത്തോടെ പറഞ്ഞതാണോ ഇത് എന്നെല്ലാം അറിയാൻ വേണ്ടി. കാരണം പ്രൂവൻ മിസ്ബിഹേവിയർ ആൻഡ് ഇൻകാപ്പസിറ്റി എന്നുള്ള രീതിയിലോട്ട് നമ്മളിതിനെ കൊണ്ടുപോകും, എങ്കിലേ ഈ റിമൂവലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആണോ ഇത് എന്ന് പരിശോധിക്കാൻ നേരിട്ട് ജഡ്ജിനെ വിളിപ്പിക്കുന്നൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഫസ്റ്റ്,
ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് തന്നെ, അദറിങ് ഓഫ് മൈനോറിറ്റീസ്. നമുക്കറിയാം മൈനോറിറ്റിക്കും മെജോറിറ്റിക്കും ഈക്വലായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുക്കുന്ന, ഈക്വലായിട്ടുള്ള അവകാശങ്ങൾ കൊടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ. നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 29 വേർ ഏതൊരു സെക്ഷനും അവരെ കൾച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അവകാശത്തെക്കുറിച്ച് കേട്ട് കാണും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 30 കേട്ട് കാണും, വേർ റിലീജിയസും അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് ആയുള്ള മൈനോറിറ്റികൾക്ക് അവരുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്താനും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ് അണ്ടർ ആർട്ടിക്കിൾ 30. ഇതിനൊക്കെ പുറമെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ഭാഗത്തെ റിലീജിയസ് റൈറ്റുകളെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ എനിവേ ഒരു മൈനോറിറ്റികൾക്ക് ഈ മൈനോറിറ്റികളെ വേറെ തന്നെ കാണുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ എഗെയിൻ ഇത് സെയിം സ്പീച്ചിലുണ്ടായിരുന്ന വേറൊരു വിഷയം, മൈനോറിറ്റിയെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ്. സോ അത്തരത്തിലൊരു വിഷയം വരുന്ന സമയത്ത് മൈനോറിറ്റികളെ അതർ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും ബംഗ്ലാദേശിലെ മൈനോറിറ്റികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഏതൊരു സൊസൈറ്റിയിലും അല്ലെങ്കിൽ ഇപ്പോൾ സിറിയയിൽ കുർദുകൾക്കെതിരെ നടക്കുന്നത് നിങ്ങൾ വീണ്ടും കണ്ടു കാണും. എഗെയിൻ ഒരു വേറെ ഗവൺമെൻറ് വന്ന സമയത്തായാലും മൈനോറിറ്റികളെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ. സോ ഏതൊരു സൊസൈറ്റിയിലും മൈനോറിറ്റി ടാർഗറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് നോർമലായിട്ടുള്ളൊരു അവസ്ഥയാണ് അവിടെ ഗവൺമെൻറ് സ്റ്റെപ്പ് ഇൻ ചെയ്തില്ലെങ്കിൽ. സോ അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വരുന്നത്. കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ വരുമ്പോൾ ഇത് പ്രശ്നമാവും. ആൻഡ് ഇവിടെ ഇൻസ്റ്റൻസസ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതല്ലാതെ ഒരുപാട് ജഡ്ജസിൻ്റെ ഭാഗത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ വന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് ഇതൊരു നോമായി മാറുന്നുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിന് അതേസമയം തന്നെ ജുഡീഷ്യറി മുന്നോട്ട് വെക്കേണ്ട അല്ലെങ്കിൽ ജുഡീഷ്യറി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടാത്ത ചില കാര്യങ്ങളുണ്ട്. ജുഡീഷ്യറിയെ നമ്മളെപ്പോഴും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യുന്ന അവസാനത്തെ സേഫ് ഗാർഡായിട്ടാണ് കാണുന്നത്. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് സൊല്യൂഷൻ കിട്ടിയാലും ജുഡീഷ്യറിയുടെ മുന്നിൽ സൊല്യൂഷൻ കിട്ടും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ അത്തരം ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു ജഡ്ജിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്ന സമയത്തും ഇപ്പോൾ പലപ്പോഴും ജുഡീഷ്യറി ഇനി നമ്മൾ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ കാണും ഇതിന് മുമ്പുണ്ടായ ഇത്തരം ഇൻസ്റ്റൻസസുകൾ അല്ലെങ്കിൽ മുമ്പുണ്ടാകുന്ന ഇംപീച്ച്മെൻറ്റ് മോഷൻസ് എല്ലാം നിങ്ങൾ അറിയണം. അപ്പോൾ അവിടെയെല്ലാം കാണാം സെക്ഷൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുക, റിസർവേഷൻ എന്നുള്ള ആ ഒരു അഫർമേറ്റീവ് ആക്ഷനെതിരെ സംസാരിക്കുക. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മുമ്പും നമ്മുടെ പല ജഡ്ജിമാരും ഇംപീച്ച് ചെയ്യപ്പെടുന്ന സ്റ്റേജിലോട്ട് എത്തപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇംപീച്ച് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇംപീച്ച് ചെയ്യപ്പെടുന്ന മോഷനിലോട്ടൊക്കെ എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം പബ്ലിക് ട്രസ്റ്റ് ഇറോഡ് ചെയ്യപ്പെടുകയാണ് ഇങ്ങനെ ഒരാളുടെ ഭാഗത്തു നിന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്ന സമയത്ത്. ആൻഡ് അതുപോലെ തന്നെ ജുഡീഷ്യൽ ന്യൂട്രാലിറ്റി റിസ്കിലാകപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ വരുന്നുണ്ട്. കാരണം ഈ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് വരുന്ന ജഡ്ജ്മെൻറ്റുകളെ എപ്പോഴും ആ സംശയത്തോടെ നോക്കി കാണേണ്ടി വരും പബ്ലിക്കിന്. അപ്പോൾ പബ്ലിക്ക് ചിന്തിക്കും ജുഡീഷ്യറി ന്യൂട്രലാണോ, ഇവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഏത് അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെ ജുഡീഷ്യറിയെ ആകെ മൊത്തത്തിൽ തന്നെ ഒരു സ്ട്രിക്റ്റ് ന്യൂട്രാലിറ്റി ഫോളോ ചെയ്യേണ്ട, കംപ്ലീറ്റ് ഇമ്പാർഷ്യാലിറ്റി മുന്നോട്ട് വെക്കേണ്ട, ഇൻഡിപെൻഡൻസ് മുന്നോട്ട് വെക്കേണ്ട ഒരു ജുഡീഷ്യറി എന്ന സിസ്റ്റത്തെ തന്നെ ചോദ്യമുനയിലോട്ട് ഇട്ട് കൊടുക്കുന്ന രീതിയാണ് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആൻഡ് ജുഡീഷ്യറി ഈ കപ്പാസിറ്റികൾക്ക് അല്ലെങ്കിൽ ഓക്കെ ഇവിടെ നിർത്തും. അപ്പോൾ ജുഡീഷ്യറി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓത്തെടുക്കുന്നത്, ഓരോ ജഡ്ജിമാരും ഓത്തെടുക്കുന്നത് ഇതും ഞാൻ ഇമ്പാർഷ്യലാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ്, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഉയർത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ജുഡീഷ്യറിയിലെ ജഡ്ജസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാകുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ. സോ ജുഡീഷ്യറി നിന്നുകൊണ്ട് നിങ്ങളെപ്പോഴും മുന്നോട്ട് വെക്കേണ്ട വാല്യൂസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മോറൽസ് തന്നെയായിരിക്കും. അവിടെ ഇക്വാളിറ്റിയും അവിടെ തീർച്ചയായും മൈനോറിറ്റി പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ മൈനോറിറ്റികളെയും ഒരേപോലെ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റുകളും മാത്രമേ ജുഡീഷ്യറിയിൽ നിൽക്കുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്തരം കോൺസ്റ്റിറ്റ്യൂഷണൽ ചോദ്യങ്ങളാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, ജുഡീഷ്യൽ ഇമ്പാർഷ്യാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാം മുന്നോട്ട് വരികയാണ് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട്. അപ്പം ഇനി ഇതിനെല്ലാം എങ്ങനെയാണ് കോടതി നോക്കിക്കാണുന്നതെന്ന് നമുക്ക് കാണണം. അവിടെ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തായിരിക്കണം ഒരു ജുഡീഷ്യൽ കണ്ടക്റ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ജുഡീഷ്യലായിട്ട് പെരുമാറേണ്ട ജഡ്ജിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന കണ്ടക്റ്റ് എന്താണ് എന്ന് അറിയണമെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇത് സംസാരിക്കുന്ന സമയത്ത് അതിലൂടെ ഒന്ന് ഞാൻ പോകുമായിരുന്നു. ബാംഗ്ലൂർ പ്രിൻസിപ്പിൾസ് ഓഫ് ജുഡീഷ്യൽ കണ്ടക്ട് 2002 വന്ന ഒരു ഡോക്യുമെൻ്റാണ്. എന്തായിരിക്കണം ജുഡീഷ്യറിയിൽ നിൽക്കുന്ന ഒരാളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന കണ്ടൻറ്റ്, എന്തൊക്കെ പ്രിൻസിപ്പിൾസാണ് അത് ഫോളോ ചെയ്യേണ്ടത്. സോ പ്രധാനപ്പെട്ട 6 വാല്യൂസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ഒരു ഡോക്യുമെൻറ്റ്. സോ UN വരെ അംഗീകരിച്ച ഈ ഒരു ഡോക്യുമെൻറ്റ് വയ്ക്കുന്ന ഒന്നാമത്തെ വാല്യൂ ഇൻഡിപെൻഡൻസ് ആണ്. ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ഈസ് എ പ്രീ റിക്വസ്റ്റ് ടു ദി റൂൾ ഓഫ് ലോ എന്നാണ് പറഞ്ഞാൽ, നിയമവാഴ്ചയ്ക്ക് മുന്നിലുള്ള അല്ലെങ്കിൽ ഒരു പ്രീ റിക്വസ്റ്റ് തന്നെയാണ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയാലേ
ഒരു ഫെഡറൽ രാജ്യം നിലനിൽക്കത്തുള്ളൂ. ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആയാൽ മാത്രമേ നമ്മുടെ ലിബേർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടത്തുള്ളൂ. ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആയാൽ മാത്രമേ ഇവിടെ റൈറ്റ്സുകൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടത്തുള്ളൂ. സോ അതുകൊണ്ട് ഇതൊരു ആൻഡ് എ ഫണ്ടമെൻ്റൽ ഗ്യാരണ്ടി ഓഫ് ഫെയർ ട്രയൽ, അല്ലേ? നമുക്കൊരു ഫെയർ ട്രയൽ കിട്ടണമെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ജഡ്ജ് ഇൻഡിപെൻഡൻ്റ് ആയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എ ജഡ്ജ് ഷാൾ ദെയർഫോർ അപ്ഹോൾഡ് ആൻഡ് exemplify the judicial independence in both its individual and institutional aspects. And second value is impartiality. ഈ ഒരു സമയത്തും ചോദ്യം ചെയ്യപ്പെട്ടത് ഇതേ കാര്യമാണ്, ഇമ്പാർഷ്യാലിറ്റി. ജഡ്ജ് പാർഷ്യലായി പെരുമാറുന്നുണ്ടോ എന്നുള്ള ചോദ്യം. സോ ഇമ്പാർഷ്യാലിറ്റിയും ഇതേപോലെ എസെൻഷ്യൽ ആണ് ഫോർ ദി പ്രോപ്പർ ഡിസ്ചാർജ് ഓഫ് ദി ജുഡീഷ്യൽ ഓഫീസ് ആൻഡ് ഇറ്റ് അപ്പൈസ് നോട്ട് ഓൺലി ടു ദി ഡിസിഷൻ ഇറ്റ് സെൽഫ് ബട്ട് ഓൾസോ ടു ദി പ്രോസസ് ബൈ വിച്ച് ഡിസിഷൻ ഇസ് മെയ്ഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സി ഇമ്പാർഷ്യൽ എന്നുള്ളത് ഒരു ഡിസിഷൻ, ആ ജഡ്ജ്മെൻറ്റ് ഇമ്പാർഷ്യൽ ആണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ ജഡ്ജ്മെൻറ്റിന് എടുക്കുന്ന പ്രോസസ്സ് നമ്മൾ ഡ്യൂ പ്രോസസ്സ് എന്നെല്ലാം പറയും, അല്ലേ? സോ ആ പ്രോസസ്സ് വരെ എന്തായിരിക്കണം? ഇമ്പാർഷ്യൽ ആയിരിക്കണം എന്നുള്ളതാണ് ഈ ബാംഗ്ലൂർ കോഡ് ഓഫ് കണ്ടക്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് വരെ ഇമ്പാർഷ്യൽ ആകുമ്പോൾ മാത്രമേ ഒരാൾക്ക് തോന്നുള്ളൂ ഈ എന്താ പറയുക, ഇവിടെ നടന്ന വിധി എന്നുള്ളത് ഇമ്പാർഷ്യൽ ആണ് എന്നുള്ളത്. ഓക്കെ. സോ അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി, അല്ലെങ്കിൽ നമ്മൾ സമഗ്രത എന്നെല്ലാം പറയും. ദാറ്റ് അറ്റ്മോസ്റ്റ് ഹോണസ്റ്റി, അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് ആയിട്ട് ഒരാൾ മുന്നോട്ട് വയ്ക്കുന്ന വാല്യൂ സിസ്റ്റംസ്, അത് എല്ലാം ഒരാൾ എന്താ പറയുക പൂർണ്ണമാക്കുകയാണെങ്കിൽ മാത്രമേ അയാൾ ഇൻറ്റഗ്രൽ ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ജഡ്ജ് അല്ലെങ്കിൽ ജുഡീഷ്യറി എന്നുള്ളത് എപ്പോഴും ഇൻറ്റഗ്രൽ ആവണം. ആൻഡ് ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ ഫീച്ചർ ഫോർ ദി പ്രോപ്പർ ഡിസ്ചാർജ് ഓഫ് ദി ജുഡീഷ്യൽ ഓഫീസ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് പ്രൊപ്രിയേറ്റി, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഔചിത്യം എന്നെല്ലാം പറയും മലയാളത്തിൽ, അല്ലേ? സോ പ്രൊപ്രിയേറ്റി ആൻഡ് ദ appearance of the propriety are essential to the performance of activities of judge. ഓരോ ജഡ്ജിൻ്റെ ആക്ടിവിറ്റിയിലും ഈ പ്രൊപ്രിയേറ്റി എന്നുള്ളത് തിളങ്ങി നിൽക്കണം, അല്ലെങ്കിൽ അത് മുന്നോട്ട് വയ്ക്കുന്ന രീതിയിലായിരിക്കണം അവർ പെരുമാറേണ്ടത്. ദെൻ നെക്സ്റ്റ് തിങ് ഇസ് ഇക്വാളിറ്റി. നമുക്കറിയാം, അല്ലേ? സമത്വം എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇക്വാളിറ്റി, അല്ലെങ്കിൽ എല്ലാവരും ജുഡീഷ്യറിയുടെ മുന്നിൽ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഡ്യൂ പെർഫോമൻസ് ഓഫ് ദി ജുഡീഷ്യൽ ഓഫീസ്. ആ ഒരു ഇക്വാളിറ്റി ഫീൽ ചെയ്തില്ലെങ്കിൽ നമുക്കൊരിക്കലും തോന്നില്ല ഈവൻ വിധി നമുക്ക് അനുകൂലം ആണെങ്കിലും എതിരാണെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഈക്വലായി എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. ആൻഡ് കോമ്പീറ്റൻസ് ആൻഡ് ഡീലിജൻസ്, അല്ലെ? നമ്മൾ ആ ഉത്സാഹത്തോടെയും കോമ്പീറ്റൻസോടെയും തന്നെ എന്ത് ചെയ്യണം? ഒരു ജഡ്ജ് പെരുമാറണം. ആൻഡ് വിച്ച് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ജുഡീഷ്യൽ ഓഫീസ്. അപ്പോൾ കോമ്പീറ്റൻസ്, ഡീലിജൻസ്, ഇക്വാലിറ്റി, പ്രൊപ്രിയേറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് ഇമ്പാർഷ്യാലിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്, ദീസ് 6 കോർ വാല്യൂസ് ഷുഡ് ബി ദർ ഇൻ എവരി ജുഡീഷ്യൽ ഓഫീസ്. അതിനെതിരായുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ജുഡീഷ്യറിയിൽ നടക്കുന്ന ചില ഇൻസ്റ്റൻസുകളെങ്കിലും എന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതിനുള്ള പാർലമെൻ്ററി ആക്ഷൻ ഉണ്ടാവേണ്ടതാണ്. അപ്പർ കോർട്ടായ സുപ്രീം കോടതിയിൽ നിന്ന് ആക്ഷൻ ഉണ്ടാവേണ്ടതാണ്. എല്ലാം സമ്മതിക്കുന്നു. ആൻഡ് എന്തായിരിക്കണം ആ ആക്ഷൻ എന്നുള്ളത് ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ഒന്ന്, ഇപ്പോൾ പാർലമെൻറ്റിൽ ഒരു ഇംപീച്ച്മെൻറ്റ് മോഷൻ വന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ഇംപീച്ച്മെൻറ്റ് മോഷൻ? ആഫ്റ്റർ ഓൾ ദി വേർഡ് ഇംപീച്ച്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രസിഡൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ലാസ്റ്റ് ഡേ നമ്മൾ ഒരു വീഡിയോ KS Mehndra ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധങ്കറിനെതിരെ ഒരു ഇംപീച്ച്മെൻറ്റ് മോഷൻ വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ എ റിമൂവൽ മോഷൻ. ദാറ്റ് വേർഡ് ഇംപീച്ച്മെൻറ്റ് ഒരു പ്രസിഡൻറ്റിൻ്റെ പേരിൽ മാത്രമേ ഉള്ളൂ. സോ ദി സെയിം ജഡ്ജിൻ്റെ കാര്യത്തിൽ നമ്മൾ സുപ്രീം കോടതി ജഡ്ജായാലും ഹൈക്കോടതി ജഡ്ജായാലും വേർഡ് റിമൂവൽ എന്നുള്ളതാണ് ഉപയോഗിക്കാം. സോ ഒരു ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിന് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ കൊളീജിയത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ കൊളീജിയം എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് നല്ലൊരു സ്റ്റെപ്പാണ്. അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്, കോടതിയോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എങ്കിലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സെയിം പാർലമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അറ്റ്ലീസ്റ്റ് ഒരു എൻക്വയറി എന്നുള്ളതെങ്കിലും സംഭവിക്കണം. ആ എൻക്വയറി എന്നുള്ള പ്രോസസ്സ് തന്നെ ഞാനിപ്പോൾ പറഞ്ഞ കോർ വാല്യൂസിനെ മുൻനിർത്തിക്കൊണ്ടുള്ളത് ആയിരിക്കണം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 124 ക്ലോസ് 4 പറയുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ഇറ്റ് സ്റ്റേറ്റ്സ്, ആൻഡ് ഐ കോട്ട്, എ ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട് ഷാൾ നോട്ട് ബി റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസ് എക്സെപ്റ്റ് ബൈ ആൻ ഓർഡർ ഓഫ് ദി പ്രസിഡന്റ്. സോ ഇറ്റ് ഈസ് ക്ലിയർ, ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യേണ്ടത് ആരാണ്? പ്രസിഡൻ്റ് ആണ്. ആൻഡ് പാസ് ആഫ്റ്റർ ആൻ അഡ്രസ് ബൈ ഈച്ച് ഹൗസ് ഓഫ് ദി പാർലമെൻറ്റ് സപ്പോർട്ടഡ് ബൈ എ മെജോറിറ്റി ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദാറ്റ് ഹൗസ് ആൻഡ് ബൈ എ മെജോറിറ്റി ഓഫ് നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. സോ രണ്ട് കാര്യങ്ങൾ നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കണമെന്ന് പറയുമ്പോൾ ആ സഭയുടെ ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ മെജോറിറ്റിയും വേണം. ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്കറിയാം. അപ്പോൾ 543 അംഗങ്ങളുള്ള ലോകസഭയിലാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ പകുതി, സോ ഒരു 272 മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് വേണം. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം അന്ന് അവിടെ വന്ന് പ്രസൻറ്റായി വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ
2/3 ഓഫ് മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് പാസ്സാകത്തുള്ളൂ. ഇപ്പോൾ സപ്പോസ് അന്ന് 300 ആളാണ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വേണം, 200 ആളുടെ സപ്പോർട്ട് വേണം. സോ 200ഉം 272ഉം രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എന്താണ്, 272 വോട്ട് കിട്ടിയാലേ ആ ബില്ല് പാസ്സാകത്തുള്ളൂ. സോ ഹൗസ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് ഹാസ് ബീൻ പ്രസൻറ്റഡ് ടു ദ പ്രസിഡന്റ് ഇൻ ദ സെയിം സെഷൻ ഫോർ സച്ച് റിമൂവൽ ഓൺ ദ ഗ്രൗണ്ട് പ്രൂവൺ മിസ്ബിഹേവിയർ ഓൺ കപ്പാസിറ്റി. സോ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നു, എന്തായിരിക്കണം ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യേണ്ട ഗ്രൗണ്ട്, ദറ്റ് ഈസ് പ്രൂവൺ മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു വൈസ് പ്രസിഡന്റ് റിമൂവ് ചെയ്യാനുള്ള ഗ്രൗണ്ട് വിച്ച് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഇൻ ദ കേസ് ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജ് വിച്ച് ഈസ് മെൻഷൻ ആൻഡ് ദാറ്റ് ഈസ് എന്താണ്, പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ incapacity. Next, Article 124 Clause 5 which actually empowering the Parliament for what? നമ്മൾ പറഞ്ഞു Parliament may by law regulate the procedure for the presentation of an address and for the investigation and proof of the misbehavior or incapacity of judge and Clause 4. സോ ആർട്ടിക്കിൾ 124 ക്ലോസ് 4 പറയുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജിനെ ഏത് ഗ്രൗണ്ടിൽ പുറത്താക്കാം, പ്രൂവൺ മിസ്ബിഹേവിയർ ഇൻകപ്പാസിറ്റി, ഏത് മെജോറിറ്റിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കണം, സ്പെഷ്യൽ മെജോറിറ്റി. ഇൻ ദിസ് കേസ് ആ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ പകുതിയിലധികവും വേണം. അറ്റ് ദ സെയിം ടൈം പ്രസൻറ്റ് ആൻഡ് വോട്ടിങ്ങിൻ്റെ 2/3 സാറ്റിസ്ഫൈ ചെയ്യണം. ആൻഡ് ആരാണ് പുറത്താക്കേണ്ടത്, പ്രസിഡൻ്റാണ് പുറത്താക്കേണ്ടത് ആഫ്റ്റർ ദിസ് അഡ്രസ് ബൈ ദി പാർലമെൻറ്റ്. അത്രയും പറഞ്ഞു. ആൻഡ് 124 ക്ലോസ് 5 പറയുന്നത് ഈ പ്രൊസീജിയർ എങ്ങനെ പ്രൂവൺ മിസ്ബിഹേവിയർ ഉറപ്പിക്കും, പ്രൂവ് ചെയ്യപ്പെടണല്ലോ. ആ പ്രൂവ് ചെയ്യപ്പെടേണ്ട പ്രൊസീജിയർ എന്താണ് എന്നെല്ലാം മാർക്ക് തീരുമാനിക്കാം, പാർലമെൻറ്റിന് തീരുമാനിക്കാം. ആൻഡ് ആർട്ടിക്കിൾ 218 വിച്ച് ആക്ച്വലി ഡീൽസ് വിത്ത് ദി റിമൂവൽ ഓഫ് ഹൈക്കോർട്ട് ജഡ്ജസ് ആൻഡ് ഇറ്റ് സ്റ്റേറ്റ്സ് ആൻഡ് ഐ കോട്ട് ദി പ്രൊവിഷൻസ് അണ്ടർ ക്ലോസ് 4 ആൻഡ് ക്ലോസ് 5 ഓഫ് ദി ആർട്ടിക്കിൾ 124 ഷാൾ അപ്ലൈ ഇൻ റിലേഷൻ ടു ദി ഹൈക്കോർട്ട് as they apply in relation to the Supreme Court with the substitution of reference to the High Court for the reference to the Supreme Court. So Article 124ലും 124 ക്ലോസ് 4ലും ക്ലോസ് 5ലും നമ്മൾ എന്ത് പറഞ്ഞോ സുപ്രീം കോടതി ജഡ്ജസിൻ്റെ റിമൂവലിനെ കുറിച്ച് അത് അപ്ലൈ ചെയ്യപ്പെടുകയാണ്. അതുപോലെ ആരുടെ കാര്യത്തിൽ, ഹൈക്കോടതി ജഡ്ജസിൻ്റെ കാര്യത്തിൽ. അത് പക്ഷേ പറയുന്നത് ആർട്ടിക്കിൾ 218ലാണ്. സോ പാർലമെൻറ്റിന് ഒരു അധികാരം കൊടുത്തിരിക്കുന്നു, നിങ്ങൾ തീരുമാനിക്കുക എന്തായിരിക്കണം ഈ പ്രൊസീജിയർ, എങ്ങനെയായിരിക്കണം കാര്യങ്ങൾ നടക്കേണ്ടത്. സോ അവിടെ എന്ത് വേണം, ഒരു പാർലമെൻ്ററി ലോ വേണം. ആൻഡ് ദാറ്റ് ലോ ഈസ് ജഡ്ജസ് എൻക്വയറി ആക്ട് ഓഫ് 1968. ഈ നിയമപ്രകാരമാണ് ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്നത്. സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ പറയുന്ന ആ എൻക്വയറി പ്രൊസീജിയർ പറയുന്നത്. സോ അതിനെ സ്റ്റെപ്പ് ഓരോന്നോരോന്നായിട്ട് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഓക്കെ, ആദ്യം വേണ്ടത് രണ്ട് സഭകളിൽ ഏതെങ്കിലും ഒരു സഭയിൽ ഒരു നോട്ടീസ് വരണം. എന്താ നോട്ടീസ്? മോഷൻ ഫോർ പ്രസൻറ്റിംഗ് ദി അഡ്രസ് ടു ദി പ്രസിഡന്റ് പ്രേയിങ് ഫോർ റിമൂവൽ ഓഫ് ദി ജഡ്ജ്. അപ്പോൾ ഒരു മോഷൻ, നമുക്കറിയാം ഏത് മോഷൻ വരണമെങ്കിലും ഒരു നോട്ടീസ് വഴിയേ അത് വരാൻ പറ്റൂ. അപ്പോൾ ആ മോഷൻ സപ്പോർട്ട് ചെയ്യപ്പെടണം. ലോകസഭയിലാണെങ്കിൽ 100 മെമ്പർമാരും രാജ്യസഭയിലാണെങ്കിൽ 50 മെമ്പർമാരെയും സപ്പോർട്ടോടുകൂടിയേ ഇത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതായിരിക്കണം ഫസ്റ്റ്. ഇപ്പോൾ രാജ്യസഭയിൽ 55 മെമ്പർമാരെ സപ്പോർട്ട് കൂടി ആ മോഷൻ വന്ന കാര്യം ഞാൻ പറഞ്ഞു. ആൻഡ് സെക്കൻഡ്, ഈ മോഷൻ സ്വാഭാവികമായിട്ടും പ്രസൻറ്റ് ചെയ്യാറുതാണ് ലോകസഭയിലാണ് ഈ സ്പീക്കർ, രാജ്യസഭയിലാണ് ഈ ചെയർമാൻ. സോ അവരുടെ മുന്നിലുള്ള ഓപ്ഷൻ, അവർക്ക് ആദ്യം വേണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ഒന്ന് കൺസൾട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അപ്പോൾ അവൈലബിളായ മെറ്റീരിയൽസ് ഒന്ന് പഠിക്കാം. ഇതെല്ലാം പഠിച്ച ശേഷം അവർ തീരുമാനിക്കുകയാണ് അഡ്മിറ്റ് ചെയ്യണോ വേണ്ടേ. അപ്പം മോഷൻ അഡ്മിറ്റ് ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവരെ നെക്സ്റ്റ് സ്റ്റെപ്പ് അവരൊരു കമ്മിറ്റി ഫോം ചെയ്യണം. ആ കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഒരു 3 അംഗ കമ്മിറ്റി ഫോം ചെയ്യണം. അതിൽ ഒന്നാമത്തെ ആൾ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുപ്രീം കോടതി ജഡ്ജോ ആയിരിക്കണം. രണ്ടാമത്തെ ആൾ ഏതെങ്കിലും ഇന്ത്യയിലെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. റിമെമ്പർ, സുപ്രീം കോടതി ജഡ്ജിന് പറ്റും, ഹൈക്കോടതി ജഡ്ജിന് മെമ്പർ ആവാൻ പറ്റില്ല. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ മെമ്പർ ആവാൻ പറ്റൂ. ദെൻ തേർഡ് വൺ, ചെയർമാൻ്റെയോ അല്ലെങ്കിൽ സ്പീക്കറെയോ അഭിപ്രായത്തിൽ ഒരു ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ജൂറിസ്റ്റിനെയും ഇതിലെ മെമ്പറാകാം. അപ്പോൾ ജുഡീഷ്യറി നല്ല വിവരമുണ്ട് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്യൂഷ്ഡായ ഒരു ജൂറിസ്റ്റാണ് എന്ന് സ്പീക്കർക്കോ ചെയർമാനോ ബോധ്യമുള്ള ഒരാളെ എന്ത് ചെയ്യാം, ഇതിലെ 3ാമത്തെ മെമ്പറാവാം. അപ്പോൾ ഈ 3 അംഗ മെമ്പറെ എന്ത് ചെയ്യും, മെമ്പർഷിപ്പുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്തു. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം തരാണ്. സപ്പോസ് ഒരു കാര്യം സംഭവിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ആൻസർ ഈ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ. നിങ്ങൾ അതുവരെ ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതൊന്ന് പ്രോസസ്സ് ചെയ്യും. സപ്പോസ് സെയിം ഡേ 2 സഭയിലും മോഷൻ വന്നാൽ എന്ത് ചെയ്യും? ഇതേ ജഡ്ജിനെ റിമൂവ് ചെയ്യാനുള്ള മോഷൻ 2 സഭയിലും വന്നാൽ എന്ത് ചെയ്യും? ഇനി അല്ലെങ്കിൽ വേറൊരു കാര്യം, 2 സഭയിലും മോഷൻ വരുവാണ്, പക്ഷേ 2 ദിവസമാണ് വരുന്നത്, എങ്കിലും 2 സഭയിലും വന്നു, എന്ത് ചെയ്യും? ഓക്കെ, ഒന്ന് ആലോചിക്കുക. 2 ചോദ്യം. ഒന്ന്, ഒരേ ദിവസം 2 സഭയിലും ഈ മോഷൻ വന്നു. 2 ദിവസങ്ങളിലായിട്ട് 2 സഭകളിലും ഈ ഒരേ ജഡ്ജിനെ റിമൂവ് ചെയ്യാനുള്ള മോഷൻ വന്നു, എന്ത് ചെയ്യും എന്നുള്ളത് ഒന്ന് ആലോചിക്കാം. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, സോ
കമ്മിറ്റി ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. കമ്മിറ്റി എന്ത് ചെയ്യണം? കമ്മിറ്റി ഈ പറയുന്ന ചാർജസ് എല്ലാം ഫ്രെയിം ചെയ്തുകൊണ്ട് അന്വേഷണം ആരംഭിക്കണം. അതിന് അന്വേഷണം ആരംഭിക്കുന്ന സമയത്ത് ജഡ്ജിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ജഡ്ജിന് അവിടെ വന്ന് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് പറയാം, അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാം. ലൈക്ക് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ഇൻകപ്പാസിറ്റി ഒന്നുമില്ല, ഞാൻ എൻ്റെ മിസ്ബിഹേവിയർ മോശം, ഞാൻ അങ്ങനെ മിസ്ബിഹേവിയർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയാം. ആൻഡ് ഇവിടെ ഇൻകപ്പാസിറ്റിയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം പ്രൂവൺ മിസ്ബിഹേവിയർ ഒരു ഇൻകപ്പാസിറ്റി എന്നുള്ളതാണ്. ഇൻകപ്പാസിറ്റി ഫിസിക്കലോ മെൻ്റലോ ഇൻകപ്പാസിറ്റി ഒരു കമ്മിറ്റിക്ക് തീരുമാനിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അവിടെ വേണമെങ്കിൽ കമ്മിറ്റിക്ക് വേണമെങ്കിൽ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ അറേഞ്ച് ചെയ്യാം. ആ ജഡ്ജിനെ കൊണ്ട് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ അറേഞ്ച് ചെയ്യാം. ആ കമ്മിറ്റി തീരുമാനിക്കുന്ന ഒരു മെഡിക്കൽ ബോർഡിൻ്റെ മുന്നിൽ ജഡ്ജ് ഹാജരാവണം. അതിനുശേഷം ആ ബോർഡിന് റിപ്പോർട്ട് കൊടുക്കാം, ലൈക്ക് ഇദ്ദേഹത്തിന് ഇൻകപ്പാസിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഹാജരായില്ല എങ്കിൽ ഇൻകപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് ഈ പറയുന്ന കമ്മിറ്റി തീരുമാനിക്കും, അല്ലെങ്കിൽ കമ്മിറ്റി അങ്ങനെ അസ്യൂം ചെയ്യും. അതല്ലെങ്കിൽ ആ റിപ്പോർട്ട് പ്രകാരം മാത്രമായിരിക്കും കമ്മിറ്റി ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നത്. ഓക്കെ, ഇനി ഇവിടെ വേറെ കാര്യമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് റോൾ ചിലപ്പോൾ വേണ്ടി വരും അല്ലേ? കാരണം ഒരു ജഡ്ജ് മിസ്ബിഹേവ് ചെയ്തു എന്നുള്ളൊക്കെ ആരോപണം വരുന്നുണ്ട്. നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണമാണ് വന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സെൻട്രൽ ഗവൺമെൻറ് വേണമെങ്കിൽ സ്പീക്കറോ ചെയർമാനോ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ജഡ്ജിനെതിരെ ഒരു അന്വേഷണം, ഒരു കേസ് കണ്ടക്ട് ചെയ്യാൻ വരെ അവസരം നൽകുന്നുണ്ട് ജഡ്ജസ് എൻക്വയറി ആക്ട്. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞ് ഇവർ റിപ്പോർട്ട് ഫ്രെയിം ചെയ്യും. റിപ്പോർട്ട് 2 സഭകളിൽ എത്തിക്കും. സ്പീക്കറും ചെയർമാനും സ്വാഭാവികമായിട്ട് എവിടെ വയ്ക്കും? സഭയിൽ വയ്ക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സഭ റിപ്പോർട്ട് കൺസിഡർ ചെയ്യാണ്. ആൻഡ് റിപ്പോർട്ടിൽ പറയുകയാണ് ജഡ്ജ് ഈ ഒരു തെറ്റൊന്നും ചെയ്തില്ല, അദ്ദേഹം ഒരു പ്രശ്നം ചെയ്തിട്ടില്ല, അദ്ദേഹത്തിനെതിരെയുള്ള മിസ്ബിഹേവിയർ പ്രൂവൺ ചെയ്യാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള ഇൻകപ്പാസിറ്റി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ വെറുതെ വിടും. ഒരു ഫർദർ സ്റ്റെപ്പും ഇല്ലാതെ മോഷൻ അവിടെ അവസാനിക്കും. ഈഫ് അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ആണ് റിപ്പോർട്ടെങ്കിൽ കാര്യങ്ങൾ മാറും. അങ്ങനെയെങ്കിൽ സഭ എന്ത് ചെയ്യണം? ഈ മോഷൻ കൺസിഡർ ചെയ്യണം. 2 സഭകളും മോഷൻ കൺസിഡർ ചെയ്യണം. എന്നിട്ട് അത് പാസ്സാക്കണം. അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പ്രസിഡൻറ്റിനെ അറിയിക്കും. അങ്ങനെ പ്രസിഡൻറ്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ പ്രസിഡൻറ്റ് ഇത് പാസ്സായി കഴിഞ്ഞാൽ പ്രസിഡൻറ്റ് എന്ത് ചെയ്യും? ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യണം. അങ്ങനെ പാസ്സായി കഴിയുവാണെങ്കിൽ എന്ത് ചെയ്യണം? പ്രസിഡൻറ്റിനെ അഡ്രസ്സ് ചെയ്യണം. ലൈക്ക് ഞങ്ങളിങ്ങനെ ഒരു മോഷൻ പാസ്സാക്കിയിട്ടുണ്ട്, ആ ജഡ്ജിനെ റിമൂവ് ചെയ്യാം. ഇത്രയും കഴിയുന്ന സമയത്ത് ആ ജഡ്ജ്, സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ് സ്റ്റാൻഡ്സ് റിമൂവ്, അദ്ദേഹത്തെ റിമൂവ് ചെയ്യപ്പെട്ടതായി നമ്മൾ കണക്കാക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വരുന്നൊരു ഡൗട്ടായിരിക്കും, എത്ര തവണ ഇത്തരത്തിലുള്ള പ്രൊസീജിയർ നടന്നിട്ടുണ്ട്, ആൻഡ് ഈ പറയുന്നത് എത്രാമത്തെ പ്രൊസീജിയറാണ്, മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക, ഇതുവരെ ഒരു ജഡ്ജിനെയും നമുക്ക് സക്സസ്ഫുള്ളി റിമൂവ് ചെയ്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ലോകസഭയിലോ രാജ്യസഭയിലോ മോഷൻ വന്നിട്ടില്ല എന്നല്ല, ഇംപീച്ച്മെൻറ്റ് മോഷൻ, റിമൂവൽ മോഷൻ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്തില്ല? റിമൂവ് ചെയ്യപ്പെട്ടില്ല ആരും. ഒന്നെങ്കിൽ അവർ മുമ്പ് രാജിവെക്കും, അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവർക്ക് അനുകൂലമാവും. ആ ഇൻസ്റ്റൻസസ് ഞാനൊന്ന് പറയാം. 1993 ആദ്യത്തെ ഇൻസിഡൻസ് നടന്നത്. അപ്പോൾ നിങ്ങൾ ഈ കൂട്ടത്തിൽ വീഡിയോ കാണുന്ന ആസ്പിരൻസ്, അവർക്ക് ചിലപ്പോൾ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഇപ്പം നടന്നുകൊണ്ട് ആദ്യം എന്നാ നടന്നത് എന്നുള്ളൊരു ചോദ്യം വരാം. അത് PSC പരീക്ഷയ്ക്കാണെങ്കിലും UPSC പരീക്ഷയ്ക്കാണെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. സോ വി രാമസ്വാമി ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജായിരുന്നു. അദ്ദേഹത്തിനെതിരെയാണ് ആദ്യമായിട്ട് ഇത്തരം മോഷൻ വരുന്നത്. സോ ഫസ്റ്റ് ജഡ്ജ് അഗെയിൻസ്റ്റ് ഹൂം ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയേഴ്സ് വർ ഇനീഷ്യേറ്റഡ്. ആ ഒരു സ്ഥാനം വി രാമസ്വാമിക്കാണ്. സോ അദ്ദേഹം പക്ഷേ ബില്ല് ലോകസഭയിൽ പാസ്സാവാത്തതുകൊണ്ട് അദ്ദേഹത്തെ റിമൂവ് ചെയ്യപ്പെട്ടില്ല. ഓക്കെ. ആൻഡ് കൽക്കത്ത ഹൈക്കോടതി ജഡ്ജായിരുന്ന സുമിത സെൻ എതിരെയാണ് 2011 ഇത്തരത്തിലൊരു മോഷൻ വന്ന് രാജ്യസഭ പാസ്സാക്കിയെങ്കിലും ലോകസഭയിൽ പാസ്സാക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ലോകസഭയെ പാസ്സാക്കുന്നതിന് മുമ്പ് ജഡ്ജ് റിസൈൻ ചെയ്തു. ആൻഡ് JB പർദിവാല, അദ്ദേഹം ഗുജറാത്തിലെ ഒരു ഹൈക്കോടതി ജഡ്ജായിരുന്നു. അദ്ദേഹത്തിന് ഇതേപോലെ മോഷൻ വന്നു, പക്ഷേ അദ്ദേഹം റിമൂവ് ചെയ്യപ്പെട്ടില്ല. ആൻഡ് ജസ്റ്റിസ് SK ഗംഗ്ലെ മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജായിരുന്നു. 2015 അദ്ദേഹത്തിനെതിരെ ഒരു മോഷൻ വരുന്നുണ്ട്. ആൻഡ് CV നാഗാർജുന റെഡ്ഡി, ആന്ധ്ര ആൻഡ് തെലങ്കാന ഹൈക്കോടതി ജഡ്ജായിരുന്നു. അദ്ദേഹത്തിനെതിരെ മോഷൻ വന്നു, പക്ഷേ റിമൂവ് ചെയ്യപ്പെട്ടില്ല. ആൻഡ് 2018 ദീപക് മിശ്രക്കെതിരെ വന്ന ഇത്തരത്തിലൊരു മോഷനെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. സോ ആൻഡ് ഇപ്പോൾ ആർക്കെതിരെ വന്നു? നമ്മുടെ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിക്കെതിരെയും ഒരു മോഷൻ വന്നിരിക്കുകയാണ്. സോ ഇതിൻ്റെയും അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാണണം. സുപ്രീം കോടതിയെല്ലാം ഏറ്റെടുത്ത സ്ഥിതിക്ക് ഒരു പാർലമെൻ്ററി സ്റ്റെപ്പ് എന്തായിരിക്കും എന്നുള്ളതെല്ലാം നമുക്കറിയില്ല, നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇതൊക്കെയാണ് പ്രൊസീജിയർ. ഇങ്ങനെയൊക്കെ നടന്നു കഴിയുമ്പോഴാണ് റിമൂവ് ചെയ്യപ്പെടുക. പക്ഷേ ഒരു ലോങ് പ്രൊസീജിയറാണ്. പലരും ഇതിനെയാണ് കേട്ടോ വിമർശിക്കുന്നത്. ഇത്രയും വലിയൊരു പ്രൊസീജിയർ കഴിയുമ്പോഴേക്ക് എങ്ങാനും തനിക്കെതിരെയാണ് നീക്കങ്ങൾ പോകുന്നെങ്കിൽ ജഡ്ജ് അദ്ദേഹം തന്നെ റിസൈൻ ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാകുന്നുണ്ട്. മുമ്പ് തന്നെ ഇപ്പോൾ ഇതിൽ പല ജഡ്ജസും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല,
സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ പേരിൽ ഇംപീച്ച്മെൻറ്റിലോട്ട് എത്തപ്പെട്ട മോഷനിലോട്ട് എത്തപ്പെട്ട ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ റിസർവേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പ് മെൻഷൻ ചെയ്തു, അതിനെതിരെ പറഞ്ഞുകൊണ്ട് ഇംപീച്ച്മെൻറ്റിലോട്ട് എത്തപ്പെട്ട ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു ജഡ്ജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇത്തരം വിമർശിക്കപ്പെട്ട ജഡ്ജസ് മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വർഷത്തോളം നീളുന്ന ഈ വലിയ പ്രൊസീജിയറൊക്കെ കഴിയുമ്പോഴേക്കും പലപ്പോഴും മേ ബി ഒരു വർഷത്തിലൊക്കെ എത്താം. അതാണ് വിമർശിക്കപ്പെടുന്നത്. ഇത്രയും നേരം കൊണ്ട് ഒരാളെ റിമൂവ് ചെയ്യാനായിട്ട് അത് കഴിയുമ്പോഴേക്കും അയാൾ റിമൂവ് ചെയ്യാൻ പോയിട്ട് അത് കഴിയുമ്പോഴേക്കും അയാൾ രക്ഷപ്പെട്ടു പോകും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പ്രൊസീജിയർ കഴിയുന്ന പോലെ ആക്കണം എന്നുള്ളത് ഒരു ഫെയർ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിലും സുപ്രീം കോടതി എന്തെങ്കിലും വിധി പറയുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിൽ. അതിനു മുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ? എന്താ ചോദ്യം? രണ്ട് സഭയിലും ഒരു ദിവസം വന്നാൽ എന്ത് ചെയ്യും? അവിടെ രണ്ട് സഭയും അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സഭയും ചേർന്നുകൊണ്ട് എന്ത് ചെയ്യും? കമ്മിറ്റിയെ ഫോം ചെയ്യും. ആൻഡ് 2 ദിവസങ്ങളിൽ വരുവാണെങ്കിൽ എന്ത് പറ്റും എന്നും ഞാൻ ചോദിച്ചു. അവിടെ രണ്ടാമത് വന്ന മോഷൻ ഇല്ലാതെയാവും, അത് ഡിസോൾവ് ചെയ്തു പോവും. പകരം ആദ്യം വന്ന മോഷനായിരിക്കും കൺസിഡർ ചെയ്യപ്പെടുക. ഓക്കെ, സോ എൻ്റെ ചോദ്യം ഇതാണ്, ഗ്രൗണ്ട് ഫോർ റിമൂവൽ ഓഫ് സുപ്രീം കോടതി ജഡ്ജ് എന്താണ്? നമ്മൾ ഹൈക്കോടതി ജഡ്ജിൻ്റെ റിമൂവലിനെ കുറിച്ച് ഇത്ര നേരം സംസാരിച്ചു. ഒരു സുപ്രീം കോടതി ജഡ്ജിന് റിമൂവ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താണ്? ഓപ്ഷൻ എ ഇതാണ്, പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഇൻകപ്പാസിറ്റി. ഓപ്ഷൻ ബി, വയലേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നോ ഗ്രൗണ്ട് ഈസ് മെൻഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പല കാര്യങ്ങളിലും കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യാത്ത കാര്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ചോദ്യം വരും. അവിടെ നിങ്ങൾ ഇത്തിരി ശ്രദ്ധിച്ചുകൊണ്ട് ആൻസറിലോട്ട് എത്തണം. ഓക്കെ, ആൻഡ് നൺ ഓഫ് ദി അബോവ്. ആൻസർ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ വൈസ് പ്രസിഡന്റ് റിമൂവലിനെ കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കമൻറ്റ് ചെയ്ത് വെക്കാം, പിൻ ചെയ്ത് വെക്കാം, അത് കാണാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട്, അടുത്തൊരു എക്സാം പെർസ്പെക്റ്റീവിലും നിങ്ങൾ അറിയേണ്ട വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.